അവൻ പറയുകയായിരുന്നില്ല, ആക്രോശിക്കുകയായിരുന്നു. അതോടൊപ്പം അവൻ പാഞ്ഞതുപോലെ ചെന്നുകൊണ്ട് അവളുടെ മുടിക്കുത്തിൽ പിടിച്ചെഴുന്നേൽപ്പിച്ചു കഴിഞ്ഞിരുന്നു. ഫിടാൻ വേദന കൊണ്ട് പുളഞ്ഞ വൈക അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കൈ വിടിവിക്കാൻ ശ്രമിച്ചു. എന്നാ പറടി, ഏത് മറ്റവൻ തന്നതോ ഇത്രയും പൈസ? അവളുടെ മുഖത്തിന് നേരെ മുഖം അടുപ്പിച്ചുകൊണ്ട് പല്ലെറുമി അവൻ ചോദിച്ചതും അവൾ വേദന കൊണ്ട് നിറഞ്ഞു തുടങ്ങിയ കണ്ണുകൾ കൊണ്ട് അവനെ ഒന്ന് കടുപ്പിച്ചു നോക്കി. ഓരോരും നിങ്ങൾക്കെന്താ? എൻ്റെ കാര്യങ്ങളിൽ ഇടപെടാൻ നിങ്ങളാരാ? അവനിൽ നിന്നും രക്ഷയ്ക്കായി അവൾ അവനെ തറപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. എടി, ഞാൻ ആരാണെന്ന് നിനക്കറിയണം അല്ലേ? ഈ അജയൻ ആരാണെന്ന് നിനക്കറിയണം. അറിയിക്കാൻ ഞാൻ ദേഷ്യത്തോടെ അവളുടെ മുടിക്കുത്തിൽ അമർത്തി പിടിച്ചുകൊണ്ട് അവളെ തന്നിലേക്ക് അടുപ്പിച്ചു അജയൻ. അവനിൽ വമിക്കുന്ന മദ്യത്തിൻ്റെയും സിഗരറ്റിൻ്റെയും ഗന്ധം അവളെ അലസോരപ്പെടുത്തി. ഞാനൊന്നൊരിക്കൽ നിന്നെ തൊട്ടപ്പോ നീ വലിയ പതിവ്രത, ഇന്ന് പക്ഷെ നീ എൻ്റെ കയ്യിൽ നിന്നിരുന്നു. അമർന്ന ശബ്ദത്തോടെ അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ അധരങ്ങളിലേക്ക് തൻ്റെ അധരങ്ങളെ അടുപ്പിക്കാനൊരുങ്ങിയതും അവൾ വെറുപ്പോടെ മുഖം തിരിച്ചു. എന്നാൽ അവൻ്റെ കൈ അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അവന് നേരെ തിരിച്ചതും കിട്ടിയ ധൈര്യത്തിൽ അവനെ പിടിച്ച് പിന്നിലേക്ക് തള്ളിയിരുന്നു വൈക. ഓഹ്! ശക്തിയിൽ ചുമരിൽ പോയി ഇടിച്ച അജയൻ വേദന കൊണ്ട് നിലവിളിച്ചു. ഞാൻ ആരുടെ മുന്നിൽ തുണി അഴിച്ചാലും നിന്നെപ്പോലുള്ള വൃത്തികെട്ടവന് മുന്നിൽ അഴിക്കണം പൊട്ടി. നീയൊക്കെ പതുങ്ങി. നീയും നിൻ്റെ അമ്മയും പറയുന്നതിനനുസരിച്ച് നിൽക്കുന്ന വൈകയെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതിനപ്പുറം ഒരു വൈകയുണ്ട്. എന്നും ഞാൻ നിങ്ങളുടെ കാഴ്ചവട്ടിൽ കഴിയുമെന്ന് കരുതിയോ? ഇതെല്ലാം വൈക അലമുറയിട്ട പോലെ പറയുമ്പോഴും വൈക തള്ളിയ ശക്തിയിൽ തല ചുമരിലിടിച്ച വേദനയിൽ അജയൻ പൊളയുകയായിരുന്നു. എന്നാ നിന്റെ പൊട്ട ചെവി തുറന്ന് കേട്ടോ, ഇന്നേക്ക് 4-ാം നാൾ വൈകയുടെ വിവാഹമാണ്. വരൻ കൈലാസത്തിൽ സിദ്ധാർത്ഥൻ. വൈകയുടെ വെളിപ്പെടുത്തലിൽ അജയനും വൈകയുടെ സംസാരം കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വന്ന അമ്മായിയും ധരിച്ചു നിന്നു. വൈക ലക്ഷ്മി. ഓർമ്മ വെച്ച നാൾ മുതൽ പിഴച്ചുണ്ടായവൾ, അച്ഛനില്ലാത്തവളെന്ന് വീട്ടുകാരും നാട്ടുകാരും മുദ്ര കുത്തിയവൾ. 1 വയസ്സുവരെ അമ്മ ലക്ഷ്മിയുടെ കൂടെ അമ്മയുടെ വീട്ടിൽ ജീവിച്ചു. പിന്നെ മുത്തശ്ശിയുടെ അപ്രതീക്ഷിതമായുള്ള മരണത്തിൽ അവിടെ നിന്നും എന്നേക്കുമായി പടിയിറങ്ങേണ്ടി വന്നു. അല്ല, പടിയിറക്കി വിട്ടു. ലക്ഷ്മിയുടെ അച്ഛനും ഒരേയൊരു ആങ്ങളയും അനിയത്തിയും കൂടെ. അവിടെ നിന്നും ഇറങ്ങി എങ്ങോട്ട് പോകണമെന്നറിയാതെ വൈകയുടെ അമ്മയ്ക്ക് മുന്നിൽ ദൈവദൂതനെ പോലെ ഒരു സ്ത്രീ വന്നു. അവരുടെ കാരുണ്യത്താൽ ഒരനാഥാലയത്തിൽ ജോലിയും താമസവും റെഡിയായി. അവിടെ നിന്നും നാളുകൾ കഴിഞ്ഞപ്പോൾ കയ്യിൽ കൂട്ടിവെച്ചതും മനസ്സുകളുടെയും സഹായത്തോടെ ചെറിയൊരു കൂര വെച്ച് കുഞ്ഞു വൈകയുമായി ലക്ഷ്മി അങ്ങോട്ടേക്ക് താമസം മാറി. അവിടെയും ഭർത്താവില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്നൊരു പെണ്ണ് നേരിടുന്നതെല്ലാം അവരും നേരിട്ടു. അവിടെയൊന്നും തോൽക്കാതെ തൻ്റെ കുഞ്ഞുമായി ആരുടെ മുന്നിലും അടിപതറാതെ മുന്നോട്ട് പോയി. വഴങ്ങിക്കൊടുക്കില്ല എന്നതുകൊണ്ട് തന്നെ ആളുകൾ പലതും പറഞ്ഞുണ്ടാക്കി. സ്കൂളിൽ പോയി തുടങ്ങിയ സമയം മുതൽ ആ സാഹചര്യങ്ങൾ വൈകയും നേരിടാൻ തുടങ്ങി. ഇങ്ങനെയുള്ള വാക്കുകൾ ഓരോരുത്തരിൽ നിന്നും കേൾക്കുമ്പോഴും കുഞ്ഞു വൈകയ്ക്ക് ഒന്നും മനസ്സിലായിരുന്നില്ല. പോകെ പോകെ കൂട്ടുകാരുടെ കളിയാക്കലുകൾ കൂടെയായപ്പോൾ സഹികെട്ട് അവൾ അമ്മയോട് പൊട്ടിത്തെറിച്ചു. അന്ന് അവൾക്ക് മുന്നിൽ തൻ്റെ അച്ഛൻ ആരാണെന്ന സത്യം അവൾക്ക് മുന്നിൽ വെളിപ്പെടുത്തി. തൻ്റെ പ്രിയപ്പെട്ട അധ്യാപകനാണ് തൻ്റെ അച്ഛനെന്ന തിരിച്ചറിവ് അവളിൽ ഒരു ഉൾക്കിടലം സൃഷ്ടിച്ചു. തൻ്റെ കൺമുന്നിലുണ്ടായിട്ടാണോ താൻ ഇത്രയും നാൾ അച്ഛനില്ലാത്തവൾ, പിഴച്ചുപറ്റിയവൾ എന്നിങ്ങനെയുള്ള പേരുകൾക്ക് അർഹയായത്? ഇന്നുപോലും നിന്റെ അമ്മ പിഴച്ചുപറ്റതാണ് നിന്നെ, നീ ഞങ്ങളോട് കൂട്ടുകൂടണ്ട എന്ന കൂട്ടുകാരുടെ വാക്കുകൾക്ക് മുന്നിൽ മറുപടിയില്ലാതെ തല കുനിച്ചു നിന്നവളല്ലേ താൻ. അപ്പോഴും തൻ്റെ കരച്ചിൽ കണ്ട് സമാധാനിപ്പിച്ചതും ആശ്വാസം പകർന്നതും തൻ്റെ അച്ഛനെന്ന് അമ്മ പറഞ്ഞ അധ്യാപകനല്ലേ. എല്ലാം അറിയാമായിരുന്നിട്ടില്ലേ തന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ടാവുക? എന്നിട്ടും എന്തേ ആളുകൾ കാണുകെ തന്നെ അംഗീകരിക്കാത്തത്? മോളെ, നിന്റെ മനസ്സിൽ എന്താണെന്ന് അമ്മയ്ക്കറിയാം. മോള് കരുതുന്ന പോലെ അദ്ദേഹത്തിന് അറിയില്ല മോൾ അദ്ദേഹത്തിൻ്റെ മകളാണെന്ന്. അമ്മയുടെ വെളിപ്പെടുത്തലിൽ തകർന്നു പോയ വൈക ഒരു താങ്ങനെന്ന പോലെ കട്ടിലിൻ്റെ ക്രാസിൽ കൈകളമർത്തി പിടിച്ചു. അവളുടെ കണ്ണുകൾ അപ്പോഴും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അന്ന് രാത്രി ലക്ഷ്മി വൈകിയെ ഭക്ഷണം കഴിക്കാൻ ഒരുപാട് തവണ വിളിച്ചെങ്കിലും അവൾ കിടന്ന കിടപ്പിൽ നിന്നും എഴുന്നേറ്റില്ല. എന്തോ ഒരുതരം വാശി അവളിൽ നിറഞ്ഞിരുന്നു. ഇത്രയും നാൾ അമ്മ തന്നോട് തുറന്നു പറയാത്തതിൻ്റെ നീരസം അവൾക്ക് അമ്മയോടുണ്ടായിരുന്നു. ആ മുറിവാതിൽക്കൽ നിന്നും ലക്ഷ്മി കണ്ണീരോടെയാണ് പിൻവാങ്ങിയത്. അന്ന് അമ്മയും മകളും മിണ്ടിയതുമില്ല, അത്താഴവും കഴിച്ചില്ല. അന്ന് രാത്രി ആ വീട് മൂകമായി ഇരുട്ടിൽ മുങ്ങി നിന്നു. പിറ്റേന്ന് വൈകി ഉണർന്നതും പതിവ് പോലെ അരികിൽ കിടക്കുന്ന അമ്മയെ കെട്ടിപ്പിടിക്കാൻ നോക്കി. എന്നാൽ ലക്ഷ്മി അരികിലുണ്ടായിരുന്നില്ല.
കണ്ണും തിരുമ്മി അവൾ ചുറ്റും കണ്ണോടിച്ച് അമ്മയെ തിരിഞ്ഞു. ഇന്നലത്തെ സംഭവത്തിന്റെ ഒരവശേഷിപ്പും അന്നേരം അവളുടെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല. കട്ടിൽ നിന്നും എഴുന്നേറ്റ് മുറിയിൽ നിന്നും ഇറങ്ങി അമ്മയുടെ ഇഷ്ടസ്ഥലമായ അടുക്കളയിലേക്ക് നടന്നു. എന്നാൽ അവളെ അവിടെ കാത്തിരുന്നത് മറ്റൊന്നായിരുന്നു. കഴുക്കോലിൽ കുരുക്കിട്ട് ഒരു സാരിത്തുമ്പിൽ തൂങ്ങിയാടുന്ന തൻ്റെ അമ്മയുടെ നിശ്ചലമായ ശരീരം. മനസ്സും ശരീരവും മരവിച്ചു പോയ നിമിഷം. ഒന്നും നിലവിളിക്കാൻ പോലും നാവ് വരുന്നുണ്ടായിരുന്നില്ല വൈകിക്ക്. തൊണ്ടയിൽ കുരുങ്ങിയ ആർത്തനാദത്തോടെ നിറഞ്ഞൊഴുകുന്ന മിഴികളുമായി ചുമരോട് ചേർന്നിരുന്നു വൈഗ. ഇപ്പോൾ വൈഗ തീർത്തും അനാഥമായി എന്ന തിരിച്ചറിവ് അവളെ കൂടുതൽ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. ലക്ഷ്മിയുടെ അടക്കമെല്ലാം കഴിഞ്ഞ് കൂടിയവരിൽ ചിലർ വൈഗയുടെ അവസ്ഥ കണ്ട് അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ ഒരുങ്ങി. അമ്മ മരിച്ച ദുഃഖത്തിൽ നിന്നിരുന്ന വൈഗ പുറത്തു നടക്കുന്ന ചർച്ചകളൊന്നും അറിഞ്ഞതേയില്ല. ആരൊക്കെയോ വന്ന് ചടങ്ങുകൾ നടത്തിയെന്ന് മാത്രം അറിയാം. ആരാ എന്താ എന്നൊന്നും അറിയില്ല. അന്വേഷിക്കാനും പോയില്ല. ആരോരുമില്ലാത്തവർക്ക് ആരെങ്കിലും തുണയായി ഉണ്ടാവും. മോളെ, വാത്സല്യത്തോടെയുള്ള വിളിയിൽ കാൽമുട്ടിലേക്ക് മുഖം പൂഴ്ത്തിയിരുന്ന വൈഗ തലയുയർത്തി നോക്കി. അപരിചിതയായ ഒരു സ്ത്രീ. തൻ്റെ അമ്മയോളം പ്രായം വരും. എവിടെയും കണ്ട് പരിചയമില്ല. അവർ തന്നെ നോക്കി ചിരിയോടെ നിൽക്കുകയാണ്. മോളെ, ഞാൻ രേഖ, മോളുടെ അമ്മയുടെ വകയിലൊരു അനിയത്തിയ. മോൾ എൻ്റെ കൂടെ എൻ്റെ വീട്ടിലേക്ക് പോരാൻ സമ്മതമാണോ? അവർ അലിവോട് ചോദിച്ചതും എന്തു മറുപടി നൽകണമെന്ന് അവൾക്ക് മനസ്സിലായില്ല. കാരണം മുന്നിൽ നിൽക്കുന്ന സ്ത്രീ തികച്ചും അപരിചിതയാണ്. പുറത്തുകൂടിയ ആളുകൾ എല്ലാം മോളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുകയാണ്. അനാഥാലയത്തിലാക്കാമെന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. അതിലും നല്ലതല്ലേ ചിറ്റയുടെ കൂടെ വരുന്നത്? അവിടെ ആകുമ്പോൾ ചിറ്റയും ഒരേട്ടനും ഒരു കുഞ്ഞനിയത്തിയും എല്ലാം ഉണ്ട്. പോരുന്നോ? അവിടെ നിന്നും വൈഗ തനിക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം എടുത്ത് രേഖയുടെ കൂടെ ഇറങ്ങി. അവരുടെ കൂടെ ഒരു 20ഓളം വയസ്സ് തോന്നിക്കുന്ന ഒരു പയ്യനും ഉണ്ടായിരുന്നു, അജയൻ. അവൻ്റെ മുഖത്ത് തന്നോടുള്ള അനിഷ്ടം എടുത്തു പറയുന്നുണ്ടായിരുന്നു. എന്ന് തന്നെയായാലും വേണ്ടില്ല എന്ന് കരുതി അന്ന് അവരുടെ കൂടെ ഇറങ്ങി തിരിച്ചതാണ്. ഇന്ന് ആ ജീവിതം ഇവിടെ വരെ എത്തി നിൽക്കുന്നു. അതിനിടയിൽ കുറേ അനുഭവിച്ചു. ആദ്യമൊക്കെ നല്ല സ്നേഹമായിരുന്നു ചിറ്റയ്ക്ക്. പിന്നെ സ്വഭാവം മാറി തുടങ്ങി. അവിടെ നിന്നും പോരുമ്പോൾ ആരൊക്കെയോ ഏതൊക്കെയോ പേപ്പറിൽ അവരെ കൊണ്ട് ഒപ്പിടിച്ചത് കൊണ്ട് തന്നെ എവിടെയും കൊണ്ട് കളയാനും അവസ്ഥ. അതിനിടയിൽ അജയൻ്റെ ശല്യം, തൻ്റെ ശരീരത്തോട് മാത്രമുള്ള അവൻ്റെ അതിയായ ആർത്തി, പിന്നെ തൻ്റെ കുഞ്ഞനിയത്തി തനു. ജന്മം കൊണ്ട് സ്വന്തമില്ലെങ്കിലും കർമ്മം കൊണ്ട് അവൾ എനിക്ക് അനിയത്തിയും മോളും എല്ലാമാണ്. അവളിലൂടെ മാത്രം സന്തോഷം കണ്ടെത്തിയ നിമിഷങ്ങൾ. ഒരിക്കൽ സ്കൂളിൽ നിന്നും വന്നത് ആകെ വാടിക്കുഴഞ്ഞുകൊണ്ടാണ്. വന്നതും ഉമ്മറത്ത് തന്നെ വീണു. പിന്നെ ആ വീഴ്ചയിൽ നിന്നും തനു എഴുന്നേറ്റില്ല. 8 വർഷമായി വീൽചെയറിൽ. ഒരുപാട് ചികിത്സകൾ. വരവ് കുറവും ചിലവ് കൂടുതലും. അതിനിടയിൽ ചിറ്റയുടെ മുറുമുറുപ്പുകൾ. തന്നെയും കൂടി തീറ്റിപ്പോറ്റുന്ന കണക്ക് പറഞ്ഞു തുടങ്ങിയപ്പോൾ ജോലി അന്വേഷിച്ചിറങ്ങി. കഴിയുന്ന ജോലികളെല്ലാം ചെയ്തു. തൻ്റെ തനുവിന് വേണ്ടി. ഇന്നും അവൾക്ക് വേണ്ടി മാത്രമാണ് തൻ്റെ ജീവിതം പണയം വയ്ക്കുന്നത്. അതും ഒരു വിവാഹ ഉടമ്പടിയിൽ ഒപ്പുവെച്ചുകൊണ്ട്. ഡി, നീ എന്താ പറഞ്ഞത്? വിവാഹമോ? ചിറ്റ വൈകിക്ക് മുന്നിലേക്ക് പാഞ്ഞെന്നു പോലെ വന്നു നിന്നു. അതെ, വിവാഹം തന്നെ. അതിൻ്റെ കൂലിയാണ് നേരത്തെ എണ്ണി തന്നത്. തന്നപ്പോൾ എന്താ? ചോദ്യമൊന്നും ഉണ്ടായില്ലല്ലോ. എങ്ങനെ ചോദിക്കാണല്ലേ? അപ്പോഴേക്കും മോനെ വിളിച്ച് പറയാനായിട്ട് ധൃതിയായില്ലേ? വൈകിയുടെ സംസാരത്തിൽ പുച്ഛം നിറഞ്ഞു. വൈകി, നീ മുന്നും പിന്നും നോക്കാതെ കാര്യങ്ങൾ തീരുമാനിക്കരുത്. വിവാഹം ഇന്ന് കുട്ടിക്കളിയാണെന്നാണോ നിന്റെ വിചാരം? എന്തോ അവളോട് എത്ര തന്നെ ദേഷ്യമുണ്ടെങ്കിലും അവൾ പറഞ്ഞ കാര്യം അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഞാൻ നന്നായി ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാണ്. അതിൽ മാറ്റവുമില്ല. എന്തായാലും ഇടക്കിടന്ന് കല്യാണം കഴിക്കാതെ പ്രസവിക്കുന്നതിലും നല്ലത് ഈ കാര്യമാണ്. അവസാന വാക്കുകൾ അജയനെ തറപ്പിച്ചു നോക്കൊണ്ടാണ് വൈഗ പറഞ്ഞത്. അത്രയ്ക്കും ഓരോ രാത്രിയും അവളെ പേടിപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഇത്രയും വർഷം തൻ്റെ ശരീരം സംരക്ഷിച്ച് പിടിച്ചു തന്നത് എനിക്കും തൻ്റെ ഈശ്വരനും മാത്രമേ അറിയൂ. കണ്ണും നടയ്ക്കാൻ തന്നെ ഭയമാണ്. അവൻ്റെ വൃത്തികെട്ട കൈകൾ ശരീരത്തിലൂടെ ഇഴയുന്നുണ്ടെന്ന് തോന്നും. എവിടെയും ഓടിപ്പോകാൻ തോന്നിയിട്ടുണ്ട്. പക്ഷേ അവിടെയും ഭയമാണ്. ഒരു പെണ്ണൊറ്റയ്ക്കായാൽ കൊത്തിവലിക്കാൻ നിൽക്കുന്ന ആൾക്കാരുള്ള നമ്മുടെ സമൂഹത്തിൽ അതിനും ഭയമാണ്. എന്നായാലും നമുക്ക് മരണമുണ്ട്. പക്ഷെ അത് ആ രീതിയിലാകരുതെന്നാണ് എൻ്റെ എന്നുമുള്ള പ്രാർത്ഥന. ഡി, നീ എന്താ പറഞ്ഞത്? അജയൻ നിലത്തുനിന്നും എഴുന്നേറ്റ് വേഗതയിൽ അവൾക്കടുത്തേക്ക് പാഞ്ഞുകൊണ്ട് വന്നതും തൊട്ടുപോകരുത് തന്നെ. നിന്റെ വൃത്തികെട്ട കൈ എൻ്റെ ശരീരത്തിലെങ്ങനെ പതിഞ്ഞോ? ഒരുങ്ങി കളയും ഞാൻ നിന്റെ ഓണത്തം.
അവന് നേരെ വിരൽ ചൂണ്ടി ഒരു ഭ്രാന്തിയെ പോലെ അലറിയതും അജയനും ചിറ്റയും ധരിച്ചു നിന്നു. തങ്ങൾ എന്തു പറഞ്ഞാലും കേട്ടു മിണ്ടാതെ നിൽക്കുന്ന വൈകിയിൽ നിന്നും ഒരുപാട് മാറ്റം വന്ന പോലെ. അവളുടെ ഇങ്ങനെയൊരു ഭാവം ആദ്യമാണ്. എന്തൊക്കെ തന്നെ അവളെ കുറ്റപ്പെടുത്തിയാലും അതിൽ വിട്ടൊന്നും അവൾ ഇതുവരെ സംസാരിച്ചിട്ടില്ല. നീയൊക്കെ പറഞ്ഞത് കേട്ട് ഒന്നും മിണ്ടാതിരുന്ന വൈകിയെ നിങ്ങൾക്കറിയൂ. ഇനി എനിക്ക് മുന്നും പിന്നും ഒന്നും നോക്കാനില്ല. എൻ്റെ തനുവിന് വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം സഹിച്ചു നിന്നത്. ഇന്ന് അവൾക്ക് വേണ്ട പൈസയെല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ബാക്കി ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ തന്നെ കൊണ്ടുവന്നടയ്ക്കും. ഞാൻ ചിറ്റയ്ക്ക് കൊടുത്തതെന്നും ആർക്കെങ്കിലും കൈയിട്ട് വാരി തിന്നാൻ ഉദ്ദേശിച്ചുണ്ടെങ്കിൽ ആ പൈസ തന്നെ ഞാൻ തന്നെ കയ്യിൽ കരുതിക്കോളാം. അവസാനം താക്കിയതുപോലെയാണ് വൈഗ പറഞ്ഞത്. അത്രയ്ക്കും അവൾക്ക് അവിടെയുള്ള ജീവിതം മടുത്തു പോയിരുന്നു. ഏയ് അതൊന്നും വേണ്ട, ചിറ്റ തന്നെ സൂക്ഷിച്ചോളാം. ഒരു നാരിക്കും ആ പൈസ കൊടുക്കില്ല. അവളെ തലോടി അജയനെ ഒന്ന് നോക്കി അവർ പറഞ്ഞു, എടാ ഇപ്പോൾ അവൾ പറയുന്ന അനുസരിക്കുന്നേ നല്ലത്. നീ കേട്ടില്ലേ കൈലാസത്തിലെ സിദ്ധാർത്ഥൻ? അവൻ ആരാണെന്ന് നിന്റെ വിചാരം? അവൻ ഇവളെ കെട്ടിയാലേ ആ പേരിൽ അവൻ്റെ കയ്യിൽ നിന്നും കുറച്ച് കാശ് വിഴുങ്ങാം. എങ്ങനെ? അവർ ചോദ്യ രൂപേണ തൻ്റെ കണക്ക് കൂട്ടലുകൾ പറഞ്ഞു നിർത്തി. എങ്ങനെ? കാശെന്ന് കേട്ടപ്പോൾ ബാക്കി കൂടി കേൾക്കണമെന്ന് അജയനും തോന്നി. നമ്മൾ ഇവളുടെ കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇതിന് ഈ സിദ്ധാർത്ഥനെ പോയി കാണണം. എന്നിട്ട് ഇവളുടെ അമ്മയുടെ ചരിത്രം എല്ലാം അങ്ങോട്ട് പറയണം. അവർ നല്ല തറവാട്ടുകാരാണ്. വന്നു കയറി പെണ്ണിൻ്റെയും അവളുടെ അമ്മയുടെയും കഥകളെല്ലാം അറിയുമ്പോൾ അവരൊന്ന് ചിന്തിക്കും. അവിടെ നമ്മൾ നമ്മുടെ ബുദ്ധി പ്രയോഗിക്കും. ഇപ്പോൾ ആരും അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ ചോദിക്കുന്ന കാശ് തന്നാൽ ഇതൊന്നും ആരും അറിയാതെ സൂക്ഷിച്ചോളാം എന്ന് പറയണം. അതിലവർ വീഴും. അവരെന്തോ കാര്യം പോലെ പറഞ്ഞു നിർത്തിയതും അജയനെ അവരെ കഴുത്തി ഞെരിക്കുന്നത് പോലെ കാണിച്ചു. കണ്ണിക്കണ്ട് ഉള്ള സീലുകളെല്ലാം കണ്ട് ഐഡിയുമേ ഇറങ്ങിയിരിക്കാം പരട്ടത്തള്ള. അവൻ കലിയോടെ പറഞ്ഞുകൊണ്ട് മുണ്ടും മടക്കി കുത്തി അവിടെ നിന്നും പോയി. ഓ, നമ്മൾ പറഞ്ഞൊന്നും അവന് പിടിച്ചില്ല. ചിറ്റി ഇതുവരെ പോയില്ലേ? ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയ വൈഗ ചോദിച്ചു. ആ പോയി മോളെ, പോയി. അവരൊന്ന് പതറി പെരുങ്ങിക്കൊണ്ട് പറഞ്ഞ് വേഗം മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി. സിദ്ധു മോനെ. മുറിക്ക് പുറത്തു നിന്നും അമ്മയുടെ ശബ്ദം കേട്ടതും ഫ്രഷായി വസ്ത്രം മാറുകയായിരുന്ന സിദ്ധു വേഗം ബനിയൻ കഴുത്തിലൂടെ ഇട്ടുകൊണ്ട് വാതിനരികിൽ. സിദ്ധാർത്ഥൻ സാറേ. അവൻ്റെ പ്രതികരണം ഒന്നുമില്ലാത്തതുകൊണ്ട് തന്നെ അവിടെ നിൽക്കുന്ന സെർവൻറ്റും വാതിലിൽ കൊട്ടിക്കൊണ്ട് വിളിച്ചതും അവൻ വേഗം വാതിൽ തുറന്നു. ഞാൻ ഫ്രഷാവായിരുന്നു. വാതിൽ തുറന്നതേ അവൻ പറഞ്ഞു. അമ്മ പതിയെ ഒന്ന് മൂളി. ചേച്ചി പോയി കടുപ്പത്തിലൊരു കോഫി എടുക്കുക. അമ്മയെ ഞാൻ കൊണ്ടുപോയിക്കോളാം ഉമ്മറത്തേക്ക്. അവൻ ചേച്ചിയുടെ കയ്യിൽ നിന്നും വീൽ ചെയർ വാങ്ങിക്കൊണ്ട് പറഞ്ഞതും അവിടെ സഹായത്തിന് നിൽക്കുന്ന ജാനകി ഒരു പുഞ്ചിരി അവന് നൽകി അടുക്കളയിലേക്ക് പോയി. അവൻ അമ്മയുടെ വീൽ ചെയർ മുരട്ടിക്കൊണ്ട് ഉമ്മറത്തേക്ക് നടന്നു. ഇത് സിദ്ധാർത്ഥൻ, കൈലാസം വീട്ടിൽ ദാമോദരൻ്റെയും സീതാലക്ഷ്മിയുടെയും ഒരേയൊരു പുത്രൻ. അച്ഛൻ ദാമോദർ ബിസിനസ്സിൽ വന്ന വമ്പൻ തകർച്ചയിൽ ആത്മഹത്യ ചെയ്തു. ഒപ്പമുണ്ടായിരുന്നവർ കൊന്നതാണെന്നും ആളുകൾ പറയുന്നുണ്ട്. കാരണം കാറിൽ വിഷം കുടിച്ച നിലയിലാണ് കണ്ടെത്തിയത്. അതും ഒഴിഞ്ഞൊരു സ്ഥലത്ത് 2 ദിവസം കഴിഞ്ഞ്. അതിൽ മനംനൊന്ത് അമ്മ യമുന കുഴഞ്ഞു വീണു. ഇതെല്ലാം സിദ്ധു +1 പഠിക്കുമ്പോഴാണ് നടക്കുന്നത്. അന്ന് മുതൽ ജീവിതം എന്തെന്ന് അവൻ പഠിച്ചു. അമ്മയുടെ ആങ്ങളമാരുടെ സഹായം കൊണ്ട് പഠിപ്പ് പൂർത്തിയാക്കി. അച്ഛൻ മരിക്കുമ്പോൾ സമ്പാദ്യമായിട്ട് ഒന്നും തന്നെ ഉണ്ടായിരുന്നു, കുറച്ച് കടങ്ങളല്ലാതെ. ഇന്ന് കേരളത്തിലെ തന്നെ മികച്ച ബിസിനസ്മാനാണ് സിദ്ധാർത്ഥൻ. ഇന്നീ കാണുന്ന നിലയിൽ അവൻ എത്താൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അമ്മയ്ക്ക് ഈ ഇരിപ്പ് മടുപ്പ് തോന്നിക്കുന്നുണ്ടേ. സിറ്റ് ഔട്ടിൽ അമ്മയെ കൊണ്ടിരുത്തി അവനും അമ്മയ്ക്കരികിൽ താഴെ ചമ്മറം പണിഞ്ഞിരുന്നു കൊണ്ട് ചോദിച്ചുകൊണ്ട് അമ്മയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. നിന്റെ അച്ഛൻ മരിച്ചപ്പോൾ ജീവിതം തന്നെ മടുത്തുവെന്ന് തോന്നിയപ്പോഴല്ലേ അമ്മ ഈ അവസ്ഥയിലായത്? അപ്പോൾ ചിലപ്പോൾ ദൈവം കരുതി കാണും ഒന്നായിട്ട് ഒരുമിച്ചങ്ങ് ഉയരെടുക്കാതെ പതിയെ പതിയെ എടുക്കാമെന്ന്. അത് പറയുമ്പോൾ അമ്മയുടെ മുഖത്ത് നിർവികാരത നിറഞ്ഞു. സിദ്ധു പിന്നെ ഒന്നും ചോദിച്ചില്ല. അപ്പോഴേക്കും ചായയുമായി ജാനകി ചേച്ചിയും എത്തി. ഇരുവരും ചായ കുടിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നിടയിൽ മുറ്റത്തേക്ക് പരിചയമുള്ളൊരു കാർ വന്നു നിന്നതും സിദ്ധു എഴുന്നേറ്റു. കാറിൽ നിന്നും ഇറങ്ങിയ 50 വയസ്സിനോടടുത്തയാൾ ദേഷ്യം കൊണ്ട് ചുവന്ന മുഖവുമായി സിദ്ധുവിനും അമ്മയ്ക്കും അരികിലേക്ക് വന്നതും കാര്യം മനസ്സിലായെന്ന പോലെ കുറ്റം ചെയ്ത കുറ്റവാളിയെപ്പോലെ തല താഴ്ത്തി. എൻ്റെ ഓപ്പോളിൽ നിന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അയാളുടെ മുഖത്ത് ദേഷ്യവും പരിഭവവും എല്ലാം ഒരുപോലെ തെളിഞ്ഞു. നീ എന്താ പീതാംബരി പറയുന്നത്? ഞാൻ എന്ത് ചെയ്തു എന്നാ? വേണ്ട ഓപ്പോളെ, നിങ്ങളൊക്കെ ഇപ്പോൾ വലിയ ആളുകളല്ലേ. അതുകൊണ്ടല്ലേ ഈ പാവപ്പെട്ട ഞങ്ങളോട് ഇവൻ്റെ വിവാഹമാണെന്ന് പോലും പറയാതിരുന്നത്.